ശ്രീ മോഹൻലാലിന്റെ ഒരു വലിയ വേദന പെട്ടെന്ന് മാറ്റിക്കൊടുത്തു. ലാലേട്ടൻ സാറിനുണ്ടായിരുന്നത് കൈക്ക് വേദനയായിരുന്നു. അത് കൈ ഇങ്ങനെ പൊക്കില്ല ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഇതാണോ നമ്മുടെ എന്റെ ആയുധമല്ല, തോർത്താണ്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ത്രൂടെ ഒത്തിരി സിനി ആർട്ടിസ്റ്റുകൾ വന്നു. റസൂൽ പൂക്കുട്ടി സാർ വന്നു. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ വേദനയ്ക്ക് വേണ്ടി കഴിച്ചിരുന്നു, കുറവൊന്നും ഇല്ലായിരുന്നു. പിന്നെ കഴുത്ത് തിരിക്കാൻ കോളറൊക്കെ ഇട്ട് വന്നാൽ കോളർ നമ്മൾ വിടുകയാണ് ചെയ്യുക. നട്ടലിൽ ബെൽറ്റ് ഇട്ട് വന്നാൽ ആ ബെൽറ്റ് ഊരിയിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്, അല്ലാതെ ബെൽറ്റ് പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. പലർക്കും ഓപ്പറേഷൻ പറയുന്നത് എന്തും അത് അന്നേരം തന്നെ മാറ്റിക്കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതി ജഡ്ജി ചികിത്സയ്ക്ക് വന്നു. അതായത് താമസം ഫ്രീ ആണ്, ഫുഡും ഫ്രീ ആണ്, പിന്നെ ഫീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് പണിക്കർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരുന്നയിലാണ്. പെരുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ MC റോഡ് വാട്ടർ അതോറിറ്റി അവിടുന്ന് ഒരു 50 മീറ്റർ അകത്തോട്ട് പെരുമ്പുഴക്കടവിന് പോകുന്ന വഴി, അതായത് പെരുന്ന അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുന്നിലാണ്. ഞാനൊരു പെരുന്ന നിവാസിയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു ആയുർവേദ റിട്രീറ്റ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, എവിടെയാണ് എന്നൊക്കെ. കേരളത്തിന് വെളിയിൽ നിന്നും ഒത്തിരി വളരെയേറെ പ്രശസ്തമായ സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, പല മന്ത്രിമാർ, ജഡ്ജിമാർ, അങ്ങനെ ഒത്തിരി പ്രശസ്തരായ ആളുകൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി സുഖപ്പെടുത്തി പോയതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, അതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരും. ആസ്ഥാന വൈദ്യര് ശ്രീ സന്ദീപ് എസ് നായരുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. നമസ്കാരം. സന്ദീപ് ജി, നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പൊതുവെ ആളുകൾ പിന്നെ പലതരത്തിലുള്ള പറയുന്നുണ്ട്. പലതരത്തിലെന്ന് പറഞ്ഞാൽ നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കാം. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്? ട്രീറ്റ്മെൻറ്റ് ഇത് ഒരു തരം മർമ്മ ചികിത്സയാണ്. മർമ്മ ചികിത്സ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ആയുർവേദമുണ്ട്. ഞാൻ മർമ്മ ചികിത്സ ഇവിടെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ മാറ്റി കൊടുക്കും. ഉടനെ റിസൾട്ടാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. എവിടുന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ വരുന്നത് UAE, UK, USA, അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. ഇവിടെ കിടപ്പുണ്ട് 2 ഡോക്ടേഴ്സുണ്ട്. അവർ ഓസ്ട്രേലിയക്കാരാണ്. ഇന്ത്യൻസ് ആണ്, പക്ഷേ ഓസ്ട്രേലിയയിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗോവ എന്നൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഗോവയിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഭോപ്പാലിൽ നിന്നുണ്ട് 4 പേരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ അറിഞ്ഞു കേട്ട് വരുന്നവരാ. താങ്കൾക്ക് വർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ഒരു ഫെർട്ടിലൈസർ ഷോപ്പുണ്ട്. അപ്പം ഇതെല്ലാം നിർത്തിയിട്ട് പെട്ടെന്ന് വന്ന് മർമ്മം അല്ലെങ്കിൽ ആയുർവേദം ഇങ്ങനെയൊക്കെയുള്ള ചികിത്സ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ചില സംശയ ദൃഷ്ടിയോടെയാണ് കാണുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇത് ഞാൻ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ ഒരു പാരമ്പര്യ വൈദ്യവും കൂടെ ഉണ്ടില്ലേ. പഠിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് 2 ഗുരുക്കന്മാരാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ആർജിച്ചെടുത്താൽ അത് ഒരുപാട് വർഷങ്ങളെടുത്തു. 14 വരെ വർഷത്തിന് മേളിലെടുത്തു ഞാനിത് ലേൺ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഇതിലേക്ക് വരാൻ ഒരു സമയമെടുത്തു. അപ്പോൾ അതിന് ശേഷമായി ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ഡോക്ടറും ഉണ്ട്. ആയുർവേദ ഡോക്ടറും ഉണ്ട്. ഞാൻ അറിഞ്ഞത് താങ്കൾ പ്രശസ്തനായത് ശ്രീ മോഹൻലാലിന്റെ ഒരു വലിയ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ വേദന ഒരു പെട്ടെന്ന് മാറ്റിക്കൊടുത്തു ചില പിന്നെ ഒരു മർമ്മ പ്രയോഗത്തിലൂടെ. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ലാലേട്ടൻ സാറിനുണ്ടായിരുന്നത്
കൈക്ക് വേദനയായിരുന്നു. അത് കൈ ഇങ്ങനെ പൊക്കില്ല, ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് ഒരു സെക്കൻഡ് അവിടെ ചെന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ചെന്ന് അത് ചെയ്ത് കൊടുത്തത്. അന്നൊരു ഷൂട്ടിംഗ് സമയമൊക്കെ ആയിരുന്നു, ആ സമയത്താണ് ചെയ്തത്. അത് മാറി, അന്നേരം തന്നെ മാറി. അപ്പം എല്ലാവരും എന്നെ അപ്പോൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അത് പിന്നെ ഞാനിങ്ങോട്ട് പ്രശസ്തനായത്. അദ്ദേഹത്തിൻ്റെ അപ്പച്ചിയുടെ മോളെയൊക്കെ ഇവിടെ പറഞ്ഞു വിടുകയുണ്ടായി. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ത്രൂ ഇവിടെ ഒത്തിരി സിനി ആർട്ടിസ്റ്റുകൾ വന്നു. റസൂൽ പൂക്കുട്ടി സാർ വന്നു. പിന്നെ അതുപോലെ ഒത്തിരി ആളുകളാണ്. എല്ലാവരും പേര് തന്നെ ചിലർ ഇപ്പം ചികിത്സയ്ക്ക് വരുമ്പോൾ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം, ഒരു പ്രശസ്തനായ ഒരു മന്ത്രി ഇവിടെ ചികിത്സയ്ക്ക് വന്ന, നമ്മൾ പേരൊന്നും പറയണ്ട. അപ്പം മന്ത്രിമാര്, അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതി ജഡ്ജി ചികിത്സയ്ക്ക് വന്നു. അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. രാമകൃഷ്ണൻ സാറാവാം. അതെ. ഏതൊക്കെ പിന്നെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്? എന്തൊക്കെ തരമുള്ള അസുഖങ്ങൾക്കാണ് കൊടുക്കുന്നത്? എന്നിലുള്ളതെല്ലാം ഈ ബോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മർമ്മസ്ഥാനം കണ്ടുപിടിച്ച് അതിൽ അലൈൻമെന്റ് ക്ലിയർ ആക്കി ചെയ്ത് വിടുകയാണ്. ബാക്കിയെല്ലാം ഡോക്ടറാണ് ചെയ്യുന്നത്. പിന്നെ ഈ നട്ടല്, അതുപോലെ തന്നെ കഴുത്ത് വേദന, കൈ ഇപ്പം ഷോൾഡർ ഡൗൺ ആയി പോയാൽ അതും ചെയ്യും. പിന്നെ കഴുത്ത് തിരിക്കുമ്പോൾ കോളറൊക്കെ ഇട്ട് വന്നാൽ കോളർ നമ്മൾ ഊരി വിടുകയാണ് ചെയ്യുക. നട്ടലിൽ ബെൽറ്റ് ഇട്ട് വന്നാൽ ആ ബെൽറ്റ് ഊരിയിട്ടാണ് ഇവിടെ നിന്ന് വിടുന്നത്, അല്ലാതെ ബെൽറ്റ് പിന്നെ തിരിച്ചു കൊടുത്തു വിടില്ല. കാരണം ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. അതും പൊടുന്നതിനുള്ള റിസൾട്ടാണ്. ദീർഘനാള് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില അസുഖങ്ങൾക്ക് കഴിക്കണം. അത് ഡോക്ടർ നിർദ്ദേശിക്കുക എന്താണ് അസുഖം, അത് ഡോക്ടർ ഇതാ. ഞാൻ മെഡിസിൻ ഒന്നും ഞാൻ നിർദ്ദേശിക്കാറില്ല. മെഡിസിൻ എല്ലാം ഡോക്ടർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ കർത്തവ്യം അത് ഞാൻ ചെയ്തു വിടുന്നു. പലർക്കും ഓപ്പറേഷൻ പറയുന്നു, എന്തും അത് അന്നേരം തന്നെ മാറ്റി കൊടുക്കും. ഓപ്പറേഷനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുന്ന് പത്തനാപുരത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ വന്നിരുന്നു. അദ്ദേഹത്തിന് കഴുത്തിന് ഓപ്പറേഷൻ അമൃത ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നാണെന്ന് പറയുന്നു. അത് മേളിലുണ്ട്. അദ്ദേഹത്തിന് അന്ന് സ്പോട്ടിൽ തന്നെ മാറി. ഇന്ന് 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം എന്നെ കാണാൻ റിലേറ്റീവായിട്ട് വന്നു. അങ്ങനെ ഓരോരുത്തരും അറിഞ്ഞു കേട്ട് വരട്ടെ. ആര് വന്നാലും ഞാൻ അവർക്ക് സുഖപ്പെടുത്തിയേ വിടത്തുള്ളൂ. അതിന്റെ പ്രതിജ്ഞയാണ്. ഇതാണോ നമ്മുടെ എന്റെ ആയുധമാണ്? തോർത്താണ്. ഇതുകൊണ്ട് ഒന്ന് വലിച്ച് പിന്നെ എങ്ങനെയാണ് ഇപ്പം ഏതെങ്കിലും ഒരു രോഗി ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ കാണിക്കാമോ? ഇതിന്റെ ഒരു ചികിത്സ രീതി തീർച്ചയായിട്ടും കാണിക്കാം. ഇദ്ദേഹത്തിനൊരു ബാക്ക് പെയിൻ ഉണ്ടായി. ബാക്ക് പെയിന് ഇത് ഒരുപാട് സ്ഥലത്ത് കൊണ്ട് കാണിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിരുന്നത് ഇത് ഈ നട്ടല് വളഞ്ഞു എന്നുള്ളതായിരുന്നു കാരണം പറഞ്ഞിരുന്നത്. ഇത് ഇത്രയും ബെൻഡായിട്ടാണ് നിന്നിരുന്നത് ഈ ഭാഗം. ഞാൻ ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഇദ്ദേഹത്തിന് പറഞ്ഞിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞത് L4 L5 S1 C4 C5 C6 എന്ന് പറഞ്ഞ കശേരുക്കൾക്ക്, അത് വെട്ടിപ്രായ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഈ കംപ്ലൈൻ്റ് എല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തിന് മാറി കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം പൂർണ്ണ സൗഖ്യമായിട്ട് ഇപ്പോൾ കിടക്കുക. ഒന്ന് നേരെ കിടന്നേ മോനെ, കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നേ. ഓക്കെ. ഇതിപ്പോൾ നേരെ ആയി നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ക്ലിയറായി, നല്ല ലെവലായിട്ട് നിൽപ്പുണ്ട്. അന്ന് കുനിഞ്ഞ് നിലത്തോട്ടെ. ഇദ്ദേഹത്തിന് ഇങ്ങനെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ കുനിയുന്നുണ്ട്. ഇപ്പം ജമ്പ് ചെയ്ത് നോക്കി, ഇങ്ങനെ ജമ്പ് ചെയ്ത് നോക്കി ഇപ്പം ചാടാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിന് ദേഹം അനങ്ങരുത് എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു വിട്ടിരുന്നത്. അത് കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം മാറ്റി. ഏകദേശം എന്ത് ജോലി ഇപ്പോൾ ചെയ്യാൻ വില്ലിങ്ങായിട്ട് അദ്ദേഹം ഇവിടുന്ന് പുറത്തിറങ്ങി പോവുക, അത്രേ ഉള്ളൂ. എൻ്റെ പേര് നവീൻ. ഞാൻ സന്ദീപ് സാറിൻ്റെ ഇത് കേട്ടിട്ട് വന്നതാണ്. അപ്പോൾ എപ്പോഴും ആശുപത്രി പോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഈ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നട്ടിലിന് ഒരു S പോലത്തെ വളവുണ്ട്, അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് സാറിൻ്റെ ഇത് കേട്ടിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു ഇതൊന്നുമില്ല, ഇപ്പം തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഇതുപോലെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴും വഴിയെ കൂടെ പോകുമ്പോൾ എല്ലാവരും പറയും, എടാ നിൻ്റെ തല പൊക്കി നടക്കടാ, നിൻ്റെ തല നിലത്ത് മുട്ടുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞാൽ നല്ലപോലെ നൂറിന് നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം അന്ന് ഡോക്ടർമാർ പറഞ്ഞത്, അത് ഡോക്ടർമാരുടെ ഇതല്ല, കുറ്റമായിട്ടല്ല, അത് അവരുടെ ഒരു നിഗമനത്തിൽ അത് ഓപ്പറേഷന് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച വൈദ്യം കൊണ്ടാണ് അത് മാറ്റിയത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് റിസൾട്ടുമായി. ഇപ്പോൾ അദ്ദേഹത്തിന് നൂറ് നടക്കുകയും ചെയ്യാം. എല്ലാ വെയിറ്റും എല്ലാം എടുക്കാം. ഞാൻ ഇവിടെ എടുപ്പിക്കുന്നുണ്ട്, എക്സസൈസും എല്ലാം ചെയ്യിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഫാമിലി തന്നെ. ഞാൻ നേരത്തെ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ വേദന പോലെ മുട്ടിന് തോന്നിയത്. അപ്പം എല്ലാം ഓക്കെ ആയി. ഞാൻ നേരത്തെ കുറേ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ വേദനയ്ക്ക് വേണ്ടി കഴിച്ചിരുന്നു.
കുറവൊന്നും ഇല്ലായിരുന്നു. ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ചികിത്സയുണ്ടെന്ന്. അങ്ങനെ വന്ന സ്ഥിതി എന്നെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഏണ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു 5 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ ഒരു കിഴപ്പ് മാതിരി അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും വന്നപ്പോൾ ആശ്വാസമുണ്ട്. ഡോക്ടർ പിടിച്ച് എല്ലാം ശരിയാക്കി വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ റെഡിയാകുന്നുണ്ട്. ഇപ്പോൾ വേദനയൊന്നുമില്ല, അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം കുനിയാനും വെയിറ്റൊക്കെ എടുക്കാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നത് ഇതിന് മുട്ടിന് വേദനയാണ്, ചെറിയ മുട്ടിന് വേദന. അപ്പോൾ ഇതിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, നട്ടലിനൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. L4 L5 S1 കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് ഒരു കുട്ടിയെ എടുത്ത് ഇങ്ങനെ തിരിച്ചു എന്നാണ് പറഞ്ഞല്ലേ, ഇങ്ങനെ പൊക്കി എടുത്ത വഴിക്ക് വന്ന. അപ്പം ഈ കംപ്ലയിൻ്റ് ഇപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ജീവിതത്തിൽ വരില്ല. പിന്നെ അതിനുള്ള ചികിത്സയുണ്ട്. അപ്പോൾ അത് മെഡിസിനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അത് കൊടുത്ത് മാറ്റിക്കളയും. അതൊരു 10-20 ദിവസം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിക്കൊള്ളും. അപ്പോൾ അപ്പോൾ ആരോഗ്യവാനായി തിരിച്ച്. അപ്പോൾ അതിൻ്റെ മുട്ടിനൊരു ചെറിയ പെയിൻ മാത്രമേ ഉള്ളൂ. അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് മാറും. ഇപ്പം ഇവിടെ ഒരാളുടെ ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പിന്നെ ഇതാണ് ചെയ്തു കൊടുക്കുക? ഇവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് ഇവിടെ അക്കോമഡേഷൻ ഇവിടെ ഫ്രീയാണ്. പഞ്ചതീർത്ഥ എന്ന് പറഞ്ഞ ട്രസ്റ്റിൻ്റെ ഫുഡ് ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീൻ വഴി നമ്മൾ ഫുഡും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് താമസവും ഫ്രീ ആണ്, ഫുഡും ഫ്രീ ആണ്. പിന്നെ ഫീസ് ഞാനൊന്നും വാങ്ങാറില്ല പൊതുവെ. അതായത് എന്താണ് നിങ്ങളുടെ വരുമാനം? ഇതൊരു വരുമാനം എന്നതിലുപരി മറ്റുള്ളവരുടെ അസുഖം ഭേദമാകട്ടെ എന്നുള്ള ചാരിറ്റിയിലേക്കാണ് ഞങ്ങളിപ്പോഴും വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഇച്ചിരി പ്രയാസമുണ്ട് വിശ്വസിക്കാം. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് മെഡിസിന് പൈസ വാങ്ങുന്നുണ്ട്. പിന്നെ ചികിത്സയ്ക്ക് ഒരു ചെറിയ പൈസ ഉണ്ട്. അത് ആ ചികിത്സയുടെ പൈസയിൽ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒരു ചെറിയ വരുമാനം കിട്ടും. അതുപോലെ തന്നെ മെഡിസിൻ ഒരു ചെറിയ വരുമാനം. വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ നോക്കുന്നില്ല. പിന്നെ ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ അവിടെ എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോകാനും വരാനും ഞങ്ങളുടെ ഡ്രൈവറെ വെച്ചിട്ടുണ്ട്. വിത്ത് വെഹിക്കിളാണ്. ആ വണ്ടിയിൽ എല്ലാവരും അങ്ങോട്ടും കൊണ്ടുപോകുന്ന, ആരും നടന്നൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും നമുക്ക് അതെല്ലാം ഫ്രീ ആയവർക്ക് എല്ലാവർക്ക് യൂട്ടിലൈസ് ചെയ്യാം, വരുന്ന ആൾക്കും എല്ലാവർക്കും തന്നെ. പിന്നെ നമ്മുടെ എല്ലായിടത്തും സെക്യൂരിറ്റി അലേർട്ടാണ്. സെക്യൂരിറ്റി ഉണ്ട്, 2 സെക്യൂരിറ്റി, ഡേ ആൻഡ് നൈറ്റ് സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ആൾക്കാരുണ്ട്. എല്ലാം ആർക്കും എങ്ങും ഇറങ്ങി ഒന്നും പോകേണ്ട ആവശ്യമില്ല. പേർക്കുള്ള അക്കോമഡേഷനും ഒക്കെയാണ് ഇവിടെ മൊത്തം 70 പേർക്കുള്ള അക്കോമഡേഷൻ ഉണ്ട് ഇപ്പം. എത്ര ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്? ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറുടെ മെയിൻ കർമ്മം എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു വേറൊരു ചികിത്സ അവർക്കുണ്ട്. അവർ ചെയ്യുന്നത് ഈ നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ മെയിൻ ഒരു ചികിത്സ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഒരുമാതിരി എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആളുകൾ ഇവിടെ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. അത് കാസർഗോഡ് മുതൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് അതും വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു വെരിക്കോസിൻ്റെ ഇതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് പുറത്തോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വെരിക്കോസും കൊണ്ട് വരുന്ന ആൾക്കാർക്ക് നടുവേദന ചിലപ്പോൾ കാണും. അപ്പോൾ അവർ ഉടനെ ഡോക്ടറെ കണ്ടിട്ട് എൻ്റർക്ക് വരാറുണ്ട്. വെരിക്കോസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിനിൽ കൂടുതലും നമുക്കിവിടെ ഫലമായിട്ട് കിട്ടാറ്. മെഡിസിനാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കത് ഫലവത്തായ ഒരു തൈലം ഇവിടെ ഉണ്ട് വെരിക്കോസിൻ്റെ. ആ തൈലത്തിൽ കൂടെ വെരിക്കോസ് പൂർണ്ണമായിട്ടും മാറാറുണ്ട്. ബുദ്ധിമുട്ടുകളെല്ലാം കുറയാറുണ്ട് പേഷ്യൻസിൻ്റെ. നമ്മളിവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റായ കിഴി ഇലക്കിഴി, ധാന്യാമ്ലം, പൊടിക്കിഴി, നാരങ്ങാക്കിഴി മുതലായ കിഴികളും പിന്നെ അഭ്യംഗം, സ്റ്റീം, ഇതൊക്കെ നമ്മൾ ആയുർവേദമായ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഫുൾ ബോഡിയാണ് ചെയ്യാറുള്ളത്. നമുക്ക് തെറാപ്പിസ്റ്റുകളുണ്ട്, ഫീമെയിൽസും മെയിൽസും എല്ലാം ഉണ്ട്. നമ്മൾ ആയുർവേദപരമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ചെയ്യാറുള്ളത്. ഇതുവരെ എത്ര പേരെ ഏകദേശം പിന്നെ രോഗശാന്തി നേടിപ്പോയിട്ടുണ്ടാവും? ഇപ്പൊ എല്ലാവർക്കും ഇല്ല. അപ്പൊ ഞാൻ എന്നാലും ഇപ്പൊ വന്നതിലൊരു 100 പേര് വന്നാൽ ഒരു 80% പീപ്പിൾസ് അവർ അത്രയും പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ ചിലരൊന്നും രോഗം ഇവിടെ ശരിയായിട്ട് ചില അസുഖങ്ങൾ ജന്മന ഉള്ള അസുഖങ്ങളായിരിക്കാം, ചിലത് മാറാം. എല്ലാവർക്കും പൂർണ്ണമായി മാറണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ 80% മാറി കിട്ടിയാൽ മതി. എൻ്റെ ആഗ്രഹം അതുപോലെ മാത്രമേ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഒരാൾക്ക് ആഹാരം വാരി കഴിക്കാനുള്ള ഇത് മാത്രം നമ്മളതേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും എന്ത് കൊടുത്താലും നമുക്കൊരു തൃപ്തിയില്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ കർത്തവ്യം ചെയ്തു പോകുന്നു, ഇതേ ഉള്ളൂ. അപ്പം ഒത്തിരി നന്ദി. എൻ്റെ കുറച്ച് സംശയങ്ങൾ ദൂരീകരിച്ചതിനും ഇവിടുത്തെ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞു തന്നതിനും ഒത്തിരി നന്ദി.